ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം. നല്ലൊരു ടേസ്റ്റി കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചീനമുളക് എടുത്തിട്ടുണ്ട്, നമ്മുടെ സാദാ മുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി, വേപ്പില, 2 ചുള വെളുത്തുള്ളി ഇട്ടാൽ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനാവശ്യമുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ എത്ര കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അയിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഇത് വറ്റി വരുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, കൂടുതൽ തേങ്ങ എടുക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട്, കൂടുതൽ തേങ്ങ എടുത്താൽ മതിരിക്കും. ഇപ്പം തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കൂടിയും ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായതാണ് വീഡിയോ. തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം, കുറച്ച് തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്, ഇത് കൈപ്പത്തിരിയിലേക്കാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ദോശയാണ് കേട്ടോ. മൈദമാവിൻ്റെ ദോശയാണ്. ദോശമാവ് ഒരു മുട്ട ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി മീൻകറിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയാം. അപ്പോൾ മൈദമാവിൻ്റെ ദോശയാണ്, അടിപൊളിയാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കണം അതേ ടേസ്റ്റ് തന്നെ ഇതിന്. അപ്പോൾ ഈ മീൻ കറിയിലേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. കൈപ്പത്തിരി ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഈ കറി പിറ്റന്നാൾ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പം നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ദോശ ഇട്ടാൽ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.